ഈ ഒരു ഡ്രോയിങ്ങിനെ നമുക്ക് ഇങ്ങനെ ആക്കാൻ വേണ്ടി മാക്സിമം ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതേപോലത്തെ ഡ്രോയിങ്ങിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്ന് ഒക്ടോബർ 2-ാം തീയതി വിജയദശമി കൂടെ വരുന്ന ദിവസമാണ്. നമ്മളൊരു പ്രത്യേക ഒരു കാര്യം പറയാൻ പോകുന്നത്, ഇനി എല്ലാ വർഷവും വിജയദശമിയുടെ അന്നായിരിക്കും നമ്മൾ റീബൂട്ട് ഡേയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമ്മുടെ ഈ തവണത്തെ റീബൂട്ട് ഡേ വരുന്നത് മറ്റന്നാൾ 4-ാം തീയതി ശനിയാഴ്ച രാത്രി 9 മണിക്കാണ്. ഈ സമയത്തേക്ക് നമ്മുടെ എല്ലാ കോഴ്സുകളും റീവാമ്പ് ചെയ്ത് ഏതൊക്കെ കോഴ്സുകളായിരിക്കും ഇനി വരുന്ന ഉൾപ്പെടെയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ദിവസമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തു. നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കോഴ്സ് ബണ്ടിലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സ് ബണ്ടിലും കൂടെ എന്തൊക്കെയാണെന്ന് നമ്മളിന്ന് പറയുന്നതായിരിക്കും. വീട് വെക്കാൻ പോകുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഓട്ടോകാഡ് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും അറിയണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചിലപ്പം കുറെ കൺസെപ്റ്റും കാര്യങ്ങളും കാണും. സിറ്റ് ഔട്ട് അവിടെ വരണം, അതേപോലെ ലിവിങ് അവിടെ വരണം, അവിടെ ഡൈനിങ് അവിടെ വരണം. നമ്മൾ അത് എങ്ങനെയാണ് ഒരു എഞ്ചിനീയർക്ക് നമ്മൾ മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന പ്ലാൻ ഇത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അങ്ങനത്തെ രീതിയിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ അടുത്ത നമ്മുടെ ഗോൾഡിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്ലയന്റുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ നേരത്തെ ക്ലയന്റ് റിക്വയർമെന്റും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ക്യാഡിലൊക്കെ ഡ്രോയിങ് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ക്ലയന്റ് കറക്ഷൻസ് പറഞ്ഞ് പിന്നെയും നമ്മൾ ക്യാഡിലെ ഡ്രോയിങ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നു. നമുക്ക് ഒത്തിരി സമയം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം ആ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പേനയും പേപ്പറും വെച്ച് നമ്മൾ വരച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ AI മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലയന്റിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാം. ക്ലയന്റ് നോക്കിയിട്ട് ക്ലയന്റിന് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ക്ലയന്റിന് മാറ്റങ്ങൾ അനുസരിച്ച് പിന്നെ നമുക്കത് പേന കൊണ്ട് വരച്ചിട്ട് നമുക്ക് AI കൊടുത്തു കഴിഞ്ഞാൽ AI നമ്മളെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ പേനയെ വരയ്ക്കുന്ന സാധനങ്ങൾ തിരിച്ച് നമുക്ക് AI കൊണ്ട് നമുക്ക് കൃത്യമാക്കിയിട്ടുള്ള ഒരു 3D മോഡലിംഗിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എത്തിക്കുമ്പോൾ നമ്മുടെ ഒത്തിരി സമയം നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ആളുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം. അതുകൂടാതെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വേറൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാലും അപ്പോൾ നമുക്കൊരു ഡിസൈൻ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഡിസൈൻ വരയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് മനസ്സിലായി. ബട്ട് ഡിസൈൻ ഫൈനലൈസ് ചെയ്തെന്ന് വെച്ചു, അങ്ങനെ ഫൈനലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈനെ 10 മിനിറ്റിനുള്ളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള അളവുകൾ എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റണം. അപ്പൊ അതെങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തൊരു കോഴ്സും കാര്യങ്ങളുമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ നമുക്കപ്പോൾ ഫ്ലോർ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയായി. ആ ഫ്ലോർ പ്ലാന്റെ അകത്ത് എവിടെയൊക്കെ ഏതൊക്കെ ദൂരത്തിൽ എത്ര മാറിയിട്ട് നമുക്ക് ഫർണിച്ചർ വെക്കണം. ചിലപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന്റെ അകത്ത് ചിലപ്പം അവിടെ റിക്വയർമെന്റ് അനുസരിച്ച് 10 ഫർണിച്ചർ വെക്കാൻ പറ്റും, നമുക്ക് AI കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. AI കൊടുത്തു കഴിഞ്ഞാൽ AI ആ റൂമിനകത്ത് 10 ഫർണിച്ചർ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് തരും. പക്ഷെ അത് ക്ലയന്റ് അത്രയും സാമ്പത്തികമില്ല. ക്ലയന്റ് നമ്മളോട് പറയുകയാണ് എനിക്ക് ഈ 10 ഫർണിച്ചർ വേണ്ട, എനിക്ക് 5 ഫർണിച്ചർ മതി എന്ന് പറഞ്ഞാൽ ഈ 5 ഫർണിച്ചറിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് നമുക്ക് തിരിച്ച് AI കൊടുത്തു കഴിഞ്ഞാൽ AI നമുക്ക് റീഡിസൈൻ ചെയ്ത് തരും. അപ്പൊ ആ രീതിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുക. 2026 ആകുമ്പോഴത്തേക്കും ആ റൂമിന്റെ അകത്ത് ഈ ഫർണിച്ചർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് 3D മോഡലിംഗ് ഉൾപ്പെടെ വരുന്ന രീതിയിലേക്കും കൂടെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ആ 100% ആക്യുറസിയിലേക്ക് അത് എത്തിയിട്ടില്ല. പക്ഷേ 2026 ഒക്കെ ആകുമ്പോഴത്തേക്കും AI ഉപയോഗിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു ഫ്ലോർ പ്ലാൻ കൊടുത്തു, അതിനകത്ത് റൂമിന്റെ കൊടുത്തു, ആ റൂമിനകത്ത് ഏതൊക്കെ ഫർണിച്ചർ എവിടെയൊക്കെയാണെന്നുള്ളത് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ടേബിൾ കിട്ടി. ആ ടേബിളിന്റെ അകത്തുള്ള സാധനങ്ങൾ നമ്മൾ തിരിച്ച് AI കൊടുത്തിട്ട് AI ഇതിനകത്ത് എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്താണെന്നുള്ള എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ 3D മോഡലിംഗ് ആയിട്ട് കാണിച്ചു തരാൻ പറഞ്ഞാൽ AI അതുകൂടെ കാണിച്ചു തരുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെയാണ് നമ്മൾ ഈ ഒരു ഗോൾഡിന്റെ അകത്ത് നമ്മൾ കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനൊരു ചെറിയൊരു ഡെമോ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എത്ര സമയം കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കൊരു ഡിസൈൻ ഇട്ട് നോക്കാം. അപ്പൊ ആ ഡിസൈൻ ഇടാൻ നേരത്തെ നമ്മൾ ആദ്യമേ തന്നെ ഔട്ടർല വരച്ചു. ആ ഔട്ടർല വരച്ചു അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മൾ കൊടുക്കുവാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കാൻ നേരത്തെ ഇവിടെ ബെഡ്, ബെഡ് നമ്മൾ ബെഡ്, ഇവിടെ നമ്മൾ ടോയ്ലറ്റ് ആണെങ്കിൽ ടോയ്ലറ്റ് എഴുതി, ഇവിടെ ഇവിടെ ഒരു ടോയ്ലറ്റ് കൊണ്ട് കൊടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ ടോയ്ലറ്റ് നമുക്ക് എന്താണോ വേണ്ടത് അത് അതേപോലെ എഴുതുക. ഇവിടെ ഒരു ബെഡാണ് വേണ്ടെങ്കിൽ ഇവിടെ ബെഡ് എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഡൈനിങ് ആണ് വേണ്ടെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ ആണ് വേണ്ടത്, ഇവിടെ നമ്മൾ കിച്ചൺ ഡിസൈൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു സിറ്റ് ഔട്ട് ആണ് വേണ്ടത്, ജസ്റ്റ് ലിവിങ്, ഇവിടെ ഒരു ഫാമിലി ആണ് വേണ്ടത്. ജസ്റ്റ് നമുക്ക് വേണ്ട എന്താണോ അത് മാത്രം എഴുതി കൊടുത്തത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് AI കൊടുക്കും. നമ്മൾ കൊടുത്ത പ്ലാന് ഏകദേശം ഈ ഒരു ഇതിലാണ് AI നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ വരച്ച പ്ലാൻ ഇതായിരുന്നു, കിട്ടിയ പ്ലാൻ ഇത്. പക്ഷെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ എഴുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനകത്ത് വിഷയമൊന്നുമില്ല. AI കൊണ്ട് തന്നെ നമുക്ക് മാറ്റം കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇത് ഫസ്റ്റ് ഡ്രോയിങ് കൊടുത്തപ്പോൾ വന്ന സാധനം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ എഴുതി കൊടുത്തപ്പോഴത്തേക്കും കണ്ടോ, ലിവിങ് ഞാൻ എഴുതി, ഫാമിലി ലിവിങ് ഞാൻ എഴുതി, ആ എഴുതിയപ്പോഴത്തേക്കും അതേ സാധനം വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് AI കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇനിയിപ്പോ ഫർണിച്ചറിന്റെ പൊസിഷൻ മാറ്റണം, ഇത് ഫർണിച്ചർ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് AI തന്നെ നമുക്ക് ഇട്ടുന്നത് ജനറേറ്റ് ചെയ്ത ഫർണിച്ചറാണ്. ഈ ഫർണിച്ചറിന്റെ പൊസിഷൻ ഉൾപ്പെടെ മാറ്റണം എന്ന് പറഞ്ഞാൽ AI കൊണ്ട് നമുക്ക് മാറ്റുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ ഈ ഒരു ഡ്രോയിങ്ങിനെ നമുക്ക് ഇങ്ങനെ ആക്കാൻ വേണ്ടി മാക്സിമം ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതേപോലത്തെ ഡ്രോയിങ്ങിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ നമുക്ക് ഇതേപോലെ ഡ്രോയിങ്ങുകൾ നമുക്ക് ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വീട് വെക്കാൻ പോകുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് എഞ്ചിനീയർക്ക് ഇതേപോലെ കാണിച്ചു കൊടുക്കാൻ നേരത്ത് നമ്മുടെ കൺസെപ്റ്റ് പറയുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക്
എഞ്ചിനീയർക്കാണെങ്കിൽ ആ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് ഇതേപോലെ കൺസെപ്റ്റ് പറയുന്ന രീതിയിലേക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അപ്പോൾ അവർ പറയുകയാണ് അവർക്ക് അവിടെ ബെഡ്റൂമിന്റെ പൊസിഷൻ അവിടെ വേണ്ട, അവിടെ നിന്ന് മാറണം, അല്ലെങ്കിൽ ലിവിങ്ങിന്റെ പൊസിഷൻ അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഡിസൈനുകൾ മാറ്റിയിട്ട് നമുക്ക് പേന കൊണ്ട് മാത്രം വരച്ചിട്ട് അതുപോലെ പേപ്പർ കൊണ്ട് വരച്ചിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടം മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ. ഇപ്പൊ അടുത്ത വർഷങ്ങളൊക്കെ ആകുമ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങളായിരിക്കും വരുന്നത്. ഇങ്ങനത്തെയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അളവുകൾ ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90 ദിവസം ഞാൻ പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് അളവിടാൻ പറ്റും. നമുക്ക് ഡിസൈൻ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് താഴെ നമുക്ക് അളവിടാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കിഴക്ക് ദർശനമായിട്ടുള്ള വീടിനെ തന്നെ നമ്മൾ 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം, 2 നില വീട്, കോട്ടിയാട് എന്നുള്ള രീതിയിൽ 5 തരം ഫ്ലോർ പ്ലാനുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈസിൽ ഞാൻ ഇടുകയും അതിന് എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ടസ്റ്റ് വേയിൽ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന മെത്തേഡിൽ നിന്നൊക്കെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേയിൽ നമുക്ക് എങ്ങനെയാണ് അളവിടാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഗോൾഡ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യിക്കും. അതിനുശേഷം അതിന് ലൈവ് ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്കും ഞാൻ തന്നെ അളവിട്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കും. നിങ്ങളെ കൊണ്ട് അളവിടിപ്പിക്കുന്ന സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുകയും ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 മാസം, ഇത് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കൊണ്ട് എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു ഗോൾഡ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മൾ റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എൻഷുർ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ജനുവരി 26-ാം തീയതി നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ മാറുകയാണ്. ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ വാസ്തുപരമായിട്ട് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്ത രീതിയിൽ ബഡ്ജറ്റിനുള്ളിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുകയും വീട് പണിത് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കേരളത്തിൽ എവിടെ നിന്നാണ് വിളിച്ചു കഴിഞ്ഞാലും ആ രീതിയിലുള്ള ആളുകൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് നമുക്ക് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന രീതിയിൽ ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ ഇതേപോലെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും. അപ്പം ഇതിന്റെ അകത്ത് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വാസ്തുപരമായിട്ടുള്ള ഫ്ലോർ പ്ലാന്റെ വീടിന്റെ ഔട്ടളവ് പഠിക്കാനാണ്, അല്ലെങ്കിൽ മുറികളുടെ സ്ഥാനം മനസ്സിലാക്കാനാണ്, മുറികളുടെ ഉള്ളളവ് മനസ്സിലാക്കാനാണ്. അത് നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ബ്രോൺസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന മെമ്പർഷിപ്പ് ഉള്ളത്. ഇതാണ് നമ്മുടെ ബ്രോൺസ് മെമ്പർഷിപ്പ് വരുന്നത്. ആ ബ്രോൺസ് മെമ്പർഷിപ്പിനകത്ത് നമ്മൾ 10 ഡേയ്സ് ക്ലാസ് ഉണ്ടാവും, ടെംപ്ലേറ്റ് ഉണ്ടാവും, കൈക്കണക്ക് പട്ടിക ഉണ്ടാവും, പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ 15 മിനിറ്റ് ഞാനായിട്ട് പരിശോധിക്കുന്നുണ്ടാവും, 24 ഫ്ലോർ പ്ലാന്റെ മാസ്റ്ററി ഉണ്ടാവും, അതുപോലെ തന്നെ എക്സൽ ഷീറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം ഫ്ലോർ പ്ലാനുകളുടെ PDF ഫയൽ ഉണ്ടാവും, 50 ഫ്ലോർ പ്ലാനുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, 4 ലൈവ് Q&A സെഷൻ ഉണ്ടാവും. ഇത്ര അടങ്ങുന്നതാണ് നമ്മുടെ ബ്രോൺസ് മെമ്പർഷിപ്പും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ 4-ാം തീയതി രാത്രി 9 മണിക്ക് നമ്മുടെ റീബൂട്ട് ഡേ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യവും കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ ഉള്ളതാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ്. ബ്രോൺസ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനായിട്ട് ഇയർലി ആയിട്ടുള്ള 4 ലൈവ് Q&A സെഷൻസും കാര്യങ്ങളും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. പക്ഷേ സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വീക്കിലി നമുക്ക് ഫ്ലോർ പ്ലാന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, നമ്മുടെ ടേബിളുകൾ ഉണ്ടാവും. നമ്മൾ ട്രഡീഷണൽ ടേബിളിന് പകരമായിട്ട് നമ്മുടേതായ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിന്റെ അകത്ത് നമുക്ക് അളവുകളൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ടേബിളാണ്. അത് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള ലൈഫ് ടൈം ആക്സിഡന്റുകളാണ് നമ്മുടെ എല്ലാ കോഴ്സുകളും, എല്ലാ മെമ്പർഷിപ്പുകളും ലൈഫ് ടൈം ആക്സ് ആണ്. അതിനകത്തുള്ളതാണിത്. പിന്നെ അത് നേരത്തെ പറഞ്ഞ ബ്രോൺസ് മെമ്പർഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ നമുക്ക് ഓരോ ദർശനം, കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന മുതൽ ഫൈനൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന വരെയുള്ളത്, അതുപോലെ വടക്ക് ദർശനമായിട്ടുള്ളത് സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന മുതൽ പടിഞ്ഞാറ് ദർശനം, തെക്ക് ദർശനം, ഈ രീതിയിൽ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന മുതൽ ഫൈനൽ ഫ്ലോർ പ്ലാൻ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന എല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ടേബിളുകൾ ഉണ്ടാവും, നമ്മുടെ റിവേഴ്സ് ടേബിളുകളുടെ കാര്യങ്ങളുണ്ടാവും. അതുകൂടാതെ നമുക്ക് എല്ലാ ആഴ്ചകളിലും നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ ആഴ്ചകളിലും നമ്മൾ ഫ്ലോർ പ്ലാനുകൾ നിങ്ങളെ കൊണ്ട് വരയ്ക്കുകയും നിങ്ങൾ വരച്ചിരുന്ന ഫ്ലോർ പ്ലാനുകൾ ബാക്കിയുള്ളവർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്ന രീതിയിലാണ്. ഇത് ലൈഫ് ടൈം ആക്സോടുകൂടിയുള്ളതാണ് സിൽവർ മെമ്പർഷിപ്പ്. അപ്പോൾ നിങ്ങൾ സിൽവറിലാണ് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബ്രോൺസ് മെമ്പർഷിപ്പിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനെ കൊടുത്ത് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊക്കെ സിൽവറിൽ കിട്ടുന്നതായിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്കുള്ളതാണ് നമ്മുടെ അഡ്വാൻസ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഗോൾഡ് മെമ്പർഷിപ്പ്. ഗോൾഡ് നമ്മൾ പറയുന്നത് ഇതേപോലെ ഉണ്ടാവും. 3D മോഡലിലേക്ക് നമ്മൾ അതായത് പ്രോംപ്റ്റുകൾ കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ 2D മോഡലിനെ 3D മോഡലിലേക്ക് മാറ്റുന്ന രീതിയിലേക്കുള്ള എങ്ങനെയാണ് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതേപോലെ നമ്മൾ പേന കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് 3D മോഡലിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. ഇതുകൂടാതെ നമ്മൾ ചെയ്തത് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള അളവുകൾ നമുക്ക് എടുക്കാൻ പറ്റും. 90 ദിവസം ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് 10 മിനിറ്റ് താഴെയായിട്ട് നിങ്ങൾ ഫ്ലോർ പ്ലാന്റെ അളവിടാൻ, വാസ്തുവിന്റെ പേരിലുള്ള ഫ്ലോർ പ്ലാന്റെ അളവിടാനായിട്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് മാക്സിമം എടുക്കാവുള്ളൂ. അതിന് താഴെ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അളവിട്ട് തീർന്നിരിക്കണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ തീർക്കത്തക്ക രീതിയിൽ നിങ്ങളെ പ്രാപ്ത
പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചലഞ്ചിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്ലാനും കാര്യങ്ങളും ആയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് എവിടെയൊക്കെ ഏതൊക്കെ ഫർണിച്ചറുകളാണ് എത്ര ദൂരം മാറിയിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് AI കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഓരോ റൂമിന്റെ ഇന്ത്യയിൽ ചെയ്യുന്ന രീതിയിലേക്ക് ആ റൂമിന്റെ അകത്ത് എങ്ങനെയാണ് പ്രോംപ്റ്റുകൾ ഉൾപ്പെടെ ചെയ്യാം. ഇത് 100% ഇപ്പോൾ ആക്യുറസിയിലേക്ക് ഇത് എത്തിയിട്ടില്ല, പക്ഷെ അത് ഫ്യൂച്ചറിലേക്ക് നമുക്കത് ആക്യുറസിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങളായിരിക്കും ഈ ഫർണിച്ചർ ലേഔട്ടിനകത്ത് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത് ഫ്ലോർ പ്ലാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്ലോർ പ്ലാൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് പരിശോധിക്കാൻ പറ്റുന്നത്. അത് AI നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ AI ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫ്ലോർ പ്ലാന്റെ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയുണ്ട്, സ്പേസ് യൂട്ടിലൈസേഷൻ ശരിയാണോ, എങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം, അതുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് AI കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അതുകൂടാതെ നിങ്ങളുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി ഫേസ്ബുക്ക് വേണം, യൂട്യൂബ് വേണം, ഇൻസ്റ്റാഗ്രാം വേണം, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് പോകും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പോസ്റ്ററുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടന്റ് ക്രിയേഷനും എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാം AI പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ വരിക. അതുകൂടാതെ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിനകത്ത് ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങളെ ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾ വരയ്ക്കുന്ന പോസ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും. അതുകൂടാതെ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു മ്യൂച്വൽ ഇതിലാണ് പോകുന്നത്. ആ സമയത്ത് ഞാൻ പറയാം, അഡ്വാൻസ്ഡ് ടേബിൾ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ സിൽവർ മെമ്പർഷിപ്പിനേക്കാളും കുറച്ചും കൂടെ അപ്ഗ്രേഡ് വെർഷനാണ് വെക്കുന്നത്. കാരണം ഇതിന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടേബിളുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ പോസ്റ്ററുകൾസ് നമുക്ക് എങ്ങനെയാണ് പോസ്റ്ററുകൾ നമുക്ക് ചെയ്യാൻ പറ്റുക. അത് പെയ്ഡ് ടൂളുകൾ വെച്ച് നമുക്ക് പോസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഫ്രീ ആയിട്ടുള്ള ടൂളുകൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അത് പെയ്ഡ് ടൂളുകൾ വെച്ചിട്ട് എങ്ങനെയാണ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി എങ്ങനെയാണ് ലീഡ് മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത്, ഫ്രീ ആയിട്ടുള്ള ഈ ബുക്കുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആ രീതിയിലേക്കുള്ള ക്രിയേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് വരുന്നത്. പിന്നെ നമ്മുടെ എല്ലാ മാസവും നമുക്ക് മന്ത്ലി ക്ലാസ് ഉണ്ടാവും. അത് 2026 വരെ നമുക്ക് ഇതിന്റെ മന്ത്ലി ക്ലാസ് ഉണ്ടാവും. ആ 2026 നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. 2026 കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലേക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടാവും. അത് ലൈഫ് ടൈം ആക്സസ് നമ്മൾ എല്ലാ ചലഞ്ചുകളും നമ്മൾ നടത്തുന്നുണ്ട്. ആ സിൽവർ മെമ്പർഷിപ്പിൽ നടക്കുന്ന എല്ലാ ചലഞ്ചുകളുടെ റെക്കോർഡിംഗ് മൊത്തം കിട്ടുന്നത് ഈ ഗോൾഡിലായിരിക്കും. സിൽവർ മെമ്പർഷിപ്പിനകത്ത് ആ ചലഞ്ചിന്റെ ആ സമയത്ത് മാത്രമേ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കുന്നു. അത് ചെയ്യുമ്പോഴത്തേക്ക് റെക്കോർഡിംഗ് കിട്ടത്തില്ല. ഇത് സ്റ്റാർട്ടിങ് ചെയ്ത മുതൽ 2023 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തോട്ടുള്ള റെക്കോർഡിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് ഈ ഒരു ഗോൾഡ് മെമ്പർഷിപ്പിലായിരിക്കും. അപ്പൊ ആ രീതിയിലേക്കുള്ള കുറച്ചും കൂടെ ഹയർ ലെവലിലേക്കുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് വാസ്തുപ്രകാരം കൃത്യമാക്കിയിട്ട് AI ഉപയോഗിച്ചിട്ട് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് കൃത്യമായിട്ടുള്ള ഗോൾഡ് മെമ്പർഷിപ്പ്. സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന മുതൽ ഫൈനൽ ഫ്ലോർ പ്ലാൻ വരെ ക്രമീകരിക്കുന്ന രീതിയിലേക്കുള്ളതാണ് സിൽവർ മെമ്പർഷിപ്പ്. ഗോൾഡിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ മെമ്പർഷിപ്പിൽ ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള അപ്ഗ്രേഡേഷൻ കിട്ടും. അപ്പൊ ഗോൾഡിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിൽവറും ബ്രോൺസും കിട്ടും. സിൽവറിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ സിൽവറും ബ്രോൺസും നിങ്ങൾക്ക് കിട്ടും. ബ്രോൺസിലാണെങ്കിൽ ബ്രോൺസ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ 3 മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ശനിയാഴ്ച രാത്രി 9 മണിക്ക് ലൈവ് ആയിട്ടുള്ള ഇതിന്റെ അകത്ത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. കോഴ്സിനെ പറ്റിയും മെമ്പർഷിപ്പിനെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ലൈവ് നേരിട്ട് കാണാം. അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഫേസ്ബുക്കിന്റെ VIP ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവും. അതിനകത്ത് എല്ലാ ആഴ്ചകളും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും നിങ്ങളുടെ സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാസ്തു പ്രകാരം സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ക്രമീകരിക്കാനോ നിങ്ങൾ താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും.